മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 14ാം ചരമവാർഷികം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. മേലാർകോട് പഞ്ചായത്ത് 13ാം വാർഡ് ചിറ്റിലഞ്ചേരിയിലാണ് കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ കേരളത്തിന്റെ നിർണായകമായ വികസനത്തിന് നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് കെ കരുണാകരൻ. കെ കരുണാകരനും സോണിയാഗാന്ധിയും നരസിംഹറാവുവും അതേപോലെ തന്നെ മൻമോഹൻ സിംഗും ഉണ്ടാകുമ്പോഴാണ് ഈ UPA സർക്കാർ ഇത്തരമൊരു തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് നേതൃത്വം നൽകിയത്. വിമാനത്താവളം, അതേപോലെ തന്നെ സ്മാർട്ട് സിറ്റി, ഈ റോഡ് വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നത് കെ കരുണാകരൻ്റെ കാലത്തായിരുന്നു. അതേപോലെ തന്നെ വിദ്യാഭ്യാസമായുള്ള മാറ്റം, അനിവാര്യമായ ഇന്ന് കാണുന്ന മുഴുവൻ കാര്യങ്ങളും കൊണ്ടുവന്നത് അന്ന് കെ കരുണാകരനെ എതിർത്ത് കരിങ്കാലി കരുണാകരനൊക്കെ എന്ന് വിശേഷിപ്പിച്ച ആളുകൾ തന്നെ പിന്നീട് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്കാണ് കരുണാകരനെ കൊണ്ടുവന്നിച്ചത്. ഇതുപോലെ തന്നെ ഒട്ടനവധി വികസനം, അതുപോലെ തന്നെ മേഖലയിൽ റോഡ് വികസനം, NH-47 ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ കൊച്ചി വിമാനത്താവളം വരുമ്പോൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പറഞ്ഞത് ഈ കൊച്ചി വിമാനത്താവളം ഇവിടെ അനുവദിക്കില്ല, ഒരു കാരണവശാലും ഞങ്ങൾ നെഞ്ചത്തോടെയാണ് ഇത് കൊണ്ടുപോകും, ഞങ്ങൾ മരിക്കേണ്ടി വരും, മരിച്ചാലും ഞങ്ങൾ അനുവദിക്കില്ല അന്ന് പറഞ്ഞ ആളുകൾ വിമാനത്താവളം വരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജനോപകാരപ്രദമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കരുണാകരൻ 2-3 ടൈം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. അതേപോലെ തന്നെ പെൻഷൻ സ്കീം നടപ്പാക്കിയതും കെ കരുണാകരൻ്റെ കാലത്തായിരുന്നു. ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണ് കെ കരുണാകരൻ. അത് നേതൃത്വം നൽകാൻ സഹായിച്ച കരുണാകരൻ്റെ അനുസ്മരണം 14 വർഷമായി നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട്. അപ്പോൾ ഒട്ടനവധി നേട്ടങ്ങൾക്ക് ഈ രാജ്യത്ത് സാക്ഷ്യം വഹിച്ച ഒരു കരുണാകരൻ്റെ അനുസ്മരണം നടത്താനാണ് നമ്മൾ കൂടിയത്. CDS ചെയർപേഴ്സൺ സുനിത സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ADS ബിന്ദു, റസിയ ബീഗം എന്നിവർ പ്രസംഗിച്ചു.